അപ്പം മക്കളെ, ഇതാണ് മെച്ചിലി ചുട്ട് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. ലക്ഷദ്വീപിന്റെ കവാടമായ ഓക്കത്തി ദ്വീപിൽ നിന്നും പ്രഗത്ഭരായ മീൻചുടൽ വിദഗ്ധന്മാരായ മുഖബിൽ സാറും ജബ്ബാർ സാറിന്റെയും നേതൃത്വത്തിലാണ് ഈ ഒരു മച്ചിലി ചുടൽ. മച്ചിലിയെ കുളിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കിയതിനു ശേഷം മസാല തേച്ച് പുരട്ടി കിടത്താനുള്ള പരിപാടിയാണ്. അതിനായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൊടി, ഉപ്പ്, പിന്നെ ചെറുനാരങ്ങയും എല്ലാം കൂടി ഒന്ന് കോമ്പിനേഷനാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കൈപ്പുണ്യം കൂടി ഇതിൽ പതിപ്പിച്ചു. എൻ്റെ വകയായിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ സാൾട്ട്, പെപ്പർ പൊടി എല്ലാം വക ചേർത്തിട്ട് ഇട്ടു. ഇതിൻ്റെ അളവുകളൊക്കെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നത് എത്രയാണോ അതേവരെ ഞങ്ങളിത് ഉപയോഗിക്കണം. ചെറുനാരങ്ങയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞെടുത്തിട്ട് മച്ചിലയിലേക്ക് പുരട്ടാനുള്ള മസാല റെഡി. അങ്ങനെ മീനിനെ മസാല തേച്ച് മസാജ് ചെയ്യുന്ന ജുനൈ സാറ്. തലയിലേക്ക് മസാല പുരട്ടാൻ വിദഗ്ധന്മാരുടെ സേവനം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ജബ്ബാർ സാറിനെയാണ് ഏൽപ്പിച്ചത്. ഈ മച്ചിലേക്ക് വല്ല ബോഡി പെയിനോ മറ്റേതോ ഉണ്ടെങ്കിൽ ഇന്നത്തോടെ തീരും. ഇനി അതിനെ പുതപ്പിച്ച് കിടത്തണം. അങ്ങനെ മച്ചിലികളെല്ലാം കുളിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി മസാലയൊക്കെ പുരട്ടി ഉടുപ്പണിയിപ്പിച്ച് നല്ല അടിപൊളിയാക്കി ഞങ്ങൾ കൊണ്ടുപോവുകയാണ് കേട്ടോ. കൂട്ടിനായിട്ട് തേങ്ങാപ്പൂളും ഞങ്ങൾ കരുതി. വിറകനായുള്ള നല്ല നാടൻ തോടിയും അതിവിശാലമായ മൂലബീച്ചിന്റെ പഞ്ചാര മണലിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. പ്രശസ്ത തീപ്പെട്ടിദാതാവ് ദക്കരിയ സാറ് തീപ്പെട്ടിയുമായി വന്നിരിക്കുകയാണ്. കാലങ്ങളായി ബീഡിക്കുറ്റികൾക്ക് തീ കൊളുത്തി തയമ്പിച്ച കരങ്ങൾ കൊണ്ട് വിറകിന് തീ കൊളുത്തുന്ന മുഖബിൽ സാർ. ചെയ്താലൊന്നും കിട്ടില്ല അല്ലാനെ കിട്ടും, ചെയ്താലൊന്നും കിട്ടില്ല അല്ലാനെ കിട്ടും. അഹദവൻ്റെ ആതിഥ്യത്തിൽ ആറാടാൻ പറ്റും, അഹദവൻ്റെ ആതിഥ്യത്തിൽ ആറാടാൻ പറ്റും. മാനം കേറി ടച്ചിന് പോകണ്ട, ലബ്ബൈക്കെന്ന ബൈക്കും കേറി ഹജ്ജിന് പോയിക്കൊള്ളി, നല്ല ഹജ്ജിന് പോയിക്കൊള്ളി. ഹജ്ജെന്നാൽ പത്രാസല്ല പാപ്പരാണെന്നറിയാണ്, ഹജ്ജെന്നാൽ പത്രാസല്ല പാപ്പരാണെന്നറിവാണ്. ഹാജിയല്ല കേമനല്ല ഫഖീറേ എന്ന വിളിയാണ്, ഫഖീറേ എന്ന വിളിയാണ്. ഹജ്ജ് ചെയ്താലൊന്നും കിട്ടില്ല അല്ലാനെ കിട്ടും, ഹജ്ജ് ചെയ്താലൊന്നും കിട്ടില്ല അല്ലാനെ കിട്ടും. അഹദവൻ്റെ ആധിക്യത്തിൽ ആറാടാൻ പറ്റും, ഞാനിതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. കരിഞ്ഞുപോയി മക്കളെ, കരിഞ്ഞുപോയി, നമ്മുടെ മീൻ കരിഞ്ഞുപോയി. ഞാനിങ്ങനെയൊന്നുമല്ലായിരുന്നു, ഇതിനെ കണക്ക് അടിപൊളിയായിരുന്നു. എന്ത് പറയാനാണ് ബോസ്, ലൈഫിന്റെ കയ്യിൽ നിന്ന്
തലയില്ലാത്തീവൻ നട്ട മരമുണ്ടടാ നീമ നടുക്ക് യാ മുഹമ്മദ് തെളിവുണ്ടടാ ഈ ഭൂമിയിലൊരുമി മോഹിയിട്ടിടടാ ഇங்கே മുലകുത്തും റബ്ബി തൻ പദം തേടടാ ഈ ലോകം തലയില്ലടാ ഈ അയ്യപ്പനാശനൊന്നും കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. അതെന്താ? ഞാൻ വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് വന്നതാ. എനിക്ക് വീടും കൂടിയുണ്ടേ. കാടയുണ്ടോ? കാട ഇറച്ചി കൊക്കുണ്ടോ? കൊക്കിറച്ചി ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ? കാടയും കൊക്കൊക്കെ പോരെ? അല്ല, ആശാൻ പറഞ്ഞിട്ടല്ലേ. മിണ്ടരുത്. പരശുരാമൻ കുടിച്ച അങ്ങനെയാ, എപ്പ എന്ത് പറയുന്ന ഒരു ഓർമ്മയും കാണില്ല. പരശുരാമൻ ഇനി മദ്യപിക്കണ്ട, നമുക്കൊരു വഴിക്ക് പോകാനുള്ള കുഴപ്പമാവും. എന്ത് കുഴപ്പം വരാനാ? ഈ യാത്ര നാളത്തേക്ക് മാറ്റി വെക്കും, അത്രയല്ലേ ഉള്ളൂ. ഈ കുപ്പിടുത്ത് നിറന്തലുണ്ടോ? പറഞ്ഞല്ലോ അടിയപ്പിന്നാലേ സൗകര്യം അടിച്ചോളൂ. കണ്ടോ, വലിയ പണക്കാരാന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിൽ നിന്ന്. അയ്യോ, ഭയങ്കരം തന്നെ. അയപ്പായിട്ടൊന്ന് പിടിപ്പിക്കേ. അത് ശരിയാവില്ല രാഘവൻ നായരെ. നമുക്കൊരു തറവാട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ? അതോർത്ത് അയ്യപ്പൻ നായർ വിഷമിക്കണ്ട. നാരായണൻ നമ്പ്യാരും അല്പസ്വല്പൊക്കെ അടിക്കുന്ന ആളാ. ഞാനെന്ന് വെച്ച ജീവനാ. നോയിക്കോളൂ, എന്നെ കാണുമ്പം നാരായണൻ നമ്പ്യാർക്കുള്ള ഒരു സന്തോഷം. തറവാട് കുറച്ച് ക്ഷയിച്ചു എന്ന് വെച്ചാ ഇവിടെ ആരെയും ചോദിച്ചു വരാൻ നിനക്ക് അങ്ങനെ ധൈര്യം ഉണ്ടായി? അല്ല, ഭാഗം കഴിഞ്ഞു എന്ന് കേട്ടതുകൊണ്ടാ. ഇതിങ്ങനെ തിന്നും കുടിച്ചും കയ്യിലുള്ള കാശ് തീരണതല്ലാണ്ട് നമ്മൾ ഇതും കഴിഞ്ഞ് ഇപ്പൊ തന്നെ നേരെ പെരുമ്പാവൂർക്ക് ചെല്ലുന്നു. കൃത്യം 1 മണിക്ക് അവിടെ ചെല്ലുന്നു. അവിടെ ബസ് സ്റ്റാൻഡിനടുത്ത് തൊട്ടടുത്ത് നല്ല ഒന്നാം തരം ഒരു ഹോട്ടലുണ്ട്. ആ കോയിറച്ചി കിട്ടുന്ന ഹോട്ടലിന്റെ പേരെന്താ? ത്രിവേണി ഹോട്ടൽ. അല്ലല്ല, സ്റ്റാർ ഹോട്ടൽ. സ്റ്റാർ ഹോട്ടൽ ചാലക്കുടി ഇല്ലേ? അതല്ല, പെരുമ്പാവൂർ ചെന്നുള്ള സ്റ്റാർ ഹോട്ടൽ. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഒരുമിച്ച് പോയി കഴിച്ചല്ലേ ത്രിവേണി ഹോട്ടല്? അതെ, അത് പെരുമ്പാവൂരാണെന്ന് സ്റ്റാർ ഹോട്ടല്. നമ്മൾ കോഴിയിറച്ചി കഴിച്ച കടയല്ലേ? അതെ, പെരുമ്പാവൂരുള്ളത്. അത് ത്രിവേണി ഹോട്ടല്. ഇങ്ങനെ തർക്കം പറയുന്ന പരശുരാമ, നമ്മൾ കാടിറച്ചി കഴിച്ച പെരുമ്പാവൂർ സ്റ്റാർ ഹോട്ടലാണ്. തർക്കം പറയണ്ട. കാട ഇറച്ചി കഴിച്ച സ്റ്റാർ ഹോട്ടൽ തന്നെ, അത് ചാലക്കുടിയില്. ആശാന് പല കാര്യത്തിലും ഓർമ്മയില്ല എന്ന് പറയുന്ന ഇതാണ്. നിർത്ത്. തിന്ന